വാളയാറിൽ RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി റാം നാരായണന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നൽകും. കുടുംബാംഗങ്ങളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായി മന്ത്രി കെ രാജൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അതേസമയം റാം നാരായണന്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങി. ബംഗ്ലാദേശി അല്ലെന്ന് ആരോപിച്ചായിരുന്നു റാം നാരായണനെ RSS പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പാലക്കാട് വാളയാറിൽ അതിക്രൂരമായ ആക്രമണത്തെ തുടർന്നാണ് അതിഥി തൊഴിലാളിയായ റാം മോഹൻ നാരായണൻ കൊല്ലപ്പെട്ടത്. ബംഗ്ലാദേശിയല്ലേ എന്നാരോപിച്ചായിരുന്നു അതിക്രൂരമായ മർദ്ദനം. സംഭവത്തിൽ 4 RSS പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റാം മോഹൻ നാരായണന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറായിരുന്നില്ല. തക്കതായ നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. പ്രതികൾക്കെതിരെ SC/ST വകുപ്പുകൾ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിൽ റാം മോഹൻ നാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ചർച്ചയിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു. ബന്ധപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി. അക്കാര്യം ആ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പണം അവർക്ക് തന്നെ കിട്ടണം എന്ന കാര്യത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം. അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ശേഷം പണം കൈമാറും. പണം കുടുംബത്തിന് തന്നെ ലഭിക്കുമെന്ന കാര്യം കൃത്യമായി ഉറപ്പുവരുത്തും. സംഭവത്തിൽ SITയുടെ അന്വേഷണം ശക്തമാക്കും. സർക്കാരിന്റെ നടപടി തൃപ്തികരമാണെന്ന് റാം മോഹൻ നാരായണന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചു. केरल सरकार से मांग किए थे SIT टीम गठित करना, मॉब लिंचिंग का जो धाराएं हैं वो और SC/ST एट्रोसिटी की धाराएं हैं वो, और जो कंपनसेशन है पीड़ित परिवार को, वो ये सारी मांगे जो है रेवेन्यू मिनिस्टर और त्रिशूर डिस्ट्रिक्ट और पलक्कड़ डिस्ट्रिक्ट के दोनों जिला प्रशासन के सामने में हमारी मांगे स्वीकार किया गया है. പ്രതികൾക്കെതിരെ SC/ST വകുപ്പുകൾ ചുമത്താനും തീരുമാനമായി. മൃതദേഹത്തെയും കുടുംബത്തെയും നാട്ടിലെത്തിക്കാൻ വിമാന സൗകര്യം ഏർപ്പെടുത്തും. ഇതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനെ ചുമതലപ്പെടുത്തി. ആക്രമണം വളരെ ദൗർഭാഗ്യകരമായെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.